കലാമാമാങ്കത്തിൻ്റെ കലോത്സവ വേദിയിൽ തിരശ്ശീല വീഴുമ്പോൾ ആളും ആരവവും അരങ്ങുമൊഴിഞ്ഞ ആശ്രാമ മൈതാനമടക്കം കൊല്ലം നഗരി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളുടെ ഓർമ്മകൾ അയവിറക്കുകയാണ്. വേദികളിൽ നിന്ന് വേദികളിലേക്ക് പരക്കം പായുന്ന കുഞ്ഞു കലാകാരന്മാരോടൊപ്പം താങ്ങായും തണലായും കൂടെയോടുന്ന മാതാപിതാക്കളും ഗുരുക്കന്മാരും. കുരുന്നുകളുടെ കലാപരിപാടികൾക്ക് കൂട്ടത്തോടെ കരുത്തു പകർന്ന നിരവധി സംഘടനകൾ. കത്തിയമരുന്ന കൊടുന്തീയെ വെള്ളമൊഴിച്ച് കെടുത്തുവാൻ മാത്രമല്ല, കത്തുന്ന ദാഹത്തിന് കുടിവെള്ളം നൽകി അകറ്റുവാനും അറിയാം അഗ്നിശമനാസേനയ്ക്ക്. കലയെ കലയായി തന്നെ ആസ്വദിക്കണമെങ്കിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം വേണം. പോലീസ് സ്റ്റേഷനിലെ 4 ചുവരുകൾക്കപ്പുറം കല ആസ്വദിച്ച് കാവൽ നിൽക്കുന്ന പോലീസുകാർ. ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞൊഴുകുന്ന കലാമാമാങ്ക വേദികൾ വൃത്തിയായി സൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ ഹരിതകർമ്മസേനാ പ്രവർത്തകർ. ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ശ്രദ്ധിക്കപ്പെടേണ്ട ചില മനുഷ്യരിൽ പ്രധാനികൾ. ചൊരിയുന്ന മഴയിലും തോരാത്ത വീര്യവുമായി കലാപ്രതിഭകൾ. അവർക്ക് പിൻബലമായി കലാസ്വാദകർ. ആഹ്ലാദങ്ങളും ആദരവുകളും പൊട്ടിച്ചിരികളും കണ്ണീരും നിറഞ്ഞ കലാമേളയിൽ കരുത്ത് കണ്ണൂരിൻ്റെ കൈകളിലാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തങ്കക്കിരീടം അവരുടെ കരങ്ങളിലാണ്. 952 പോയിൻ്റുകളാണ് കണ്ണൂർ കരസ്ഥമാക്കിയത്. കോഴിക്കോട് 949 പോയിൻ്റുകൾ. 23 വർഷത്തിനു ശേഷമാണ് കണ്ണൂർ കിരീടം സ്വന്തമാക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 117.5 പവൻ വരുന്ന സ്വർണ്ണക്കപ്പാണ് വിജയികൾക്ക് ലഭിക്കുക. 3-ാം സ്ഥാനത്തെത്തിയ പാലക്കാടിന് 938 പോയിന്റ് ലഭിച്ചു. കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ നടൻ മമ്മൂട്ടിയായിരുന്നു മുഖ്യാതിഥി. തൃശ്ശൂരിന് 925 പോയിൻറ്റും മലപ്പുറത്തിന് 913 പോയിൻറ്റും കൊല്ലത്തിന് 910 പോയിൻറ്റും എറണാകുളത്തിന് 899 പോയിൻറ്റും തിരുവനന്തപുരത്തിന് 870 പോയിൻറ്റും ആലപ്പുഴയ്ക്ക് 852 പോയിൻറ്റും കാസർഗോഡിന് 846 പോയിൻറ്റും കോഴിക്കോടിന് 837 പോയിൻറ്റും വയനാടിന് 818 പോയിൻറ്റും പത്തനംതിട്ടയ്ക്ക് 774 പോയിൻറ്റും ഇടുക്കിക്ക് 730 പോയിൻറ്റും ലഭിച്ചു. സ്കൂളുകളിൽ ഏറ്റവും ഉയർന്ന പോയിന്റ് നേടിയത് പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. 249 പോയിന്റുകൾ. കലയ്ക്കെന്ത് ഒന്നാമനും രണ്ടാമനും. കലയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച കേരളക്കരയിലെ കലാസ്വാദകരുടെ സന്തോഷകരമായ കുറച്ച് ദിവസങ്ങളായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം. ഇനി കാത്തിരിപ്പാണ്. ഒരു കൊല്ലത്തെ കാത്തിരിപ്പ്. അടുത്ത തവണ കലോത്സവത്തിൻ്റെ കേളീരവമാകാൻ ഭാഗ്യം ലഭിക്കുന്ന ജില്ല ഏതെന്നറിയാൻ ഇനി കാത്തിരിപ്പാണ്. കലാസ്വാദകരുടെ കാത്തിരിപ്പ്. പുതിയ താരോദയങ്ങളെ, അവരുടെ കലയെ ആസ്വദിക്കാൻ ഇനി കാത്തിരിപ്പാണ്. M5ൻ്റെ കാത്തിരിപ്പ്. വരാൻ പോകുന്ന കലോത്സവം പ്രേക്ഷകരോടൊപ്പം ആസ്വദിക്കുവാൻ.